നമസ്കാരം. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ സ്ത്രീകളിൽ വരുന്ന ഏറ്റവും സെക്കൻഡ് ആയിട്ട് വരുന്ന ക്യാൻസർ, കോമൺ ആയിട്ടുള്ള ക്യാൻസർ എന്ന് പറയുന്നതാണ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഗർഭാശയ ഗള ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാം. ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ ലോകത്ത് ഗർഭാശയ ഗള ക്യാൻസർ അഥവാ സർവൈക്കൽ ക്യാൻസർ കാരണം മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ ഒരിക്കലും ഇപ്പൊ നമുക്ക് പുറമേ ഒരു മുറിവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുറമേ ഒരു മുഴ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടാൽ അതൊരു ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. പക്ഷേ സർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾഭാഗത്ത് വരുന്നതായതുകൊണ്ട് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു മുഴയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്പ്രെഡ് ചെയ്ത് വലിയ സ്റ്റേജുകളിലായിട്ട് മാത്രമേ സ്ത്രീകൾ ഇത് കണ്ടുപിടിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഈ ക്യാൻസറിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, 98% സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. 2, നമുക്ക് ഈ ക്യാൻസർ ആയി മാറുന്നതിന് മുന്നേ തന്നെ അതിന് തൊട്ടു മുന്നേ ഉള്ള ഒരു 10-15 വർഷം ഈ വൈറൽ അണുബാധ വന്ന് ആ കോശങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. അത് കാരണം തന്നെ നമുക്ക് ഇത് ക്യാൻസർ ആയിട്ട് രൂപാന്തരപ്പെടുന്നതിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ തടയാൻ കഴിയും. നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാൻസറിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് WHO പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ക്യാൻസർ വരുന്നത്, സ്ത്രീകളിൽ വരുന്നത് തടയാൻ കഴിയും എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്ര ഗോപാൽ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് എന്താണ് സർവൈക്കൽ ക്യാൻസർ എന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും എന്തൊക്കെ മാർഗങ്ങൾ വഴി നമുക്കത് തടയാൻ കഴിയുമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. അപ്പൊ എന്താണ് സെർവിക്സ്? അതായിരിക്കും ആദ്യം പലർക്കും ഉണ്ടാകുന്ന സംശയം, അഥവാ എവിടെയാണ് ഈ ക്യാൻസർ വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പ്രഗ്നൻസി ആയി ഡെലിവറി ആവുന്ന സമയത്ത് താഴ്ഭാഗം വികസനം വരും എന്ന് പറയും. ആ വികസനം വരുന്ന താഴ്ഭാഗം അഥവാ യൂട്രസിന്റെ മുഖഭാഗം, അതിനെയാണ് നമ്മൾ ഗർഭാശയ ഗള ക്യാൻസർ, അവിടെ വരുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നത് അഥവാ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗം ഞാൻ പറഞ്ഞു കാണണമെങ്കിൽ ഉൾഭാഗത്താണ്. അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റിന് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പ്രത്യേകത പറഞ്ഞു, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പൊ ഈ വൈറസ് അണുബാധ എങ്ങനെ ഒരു സ്ത്രീക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴിയാണ് ഈ വൈറസ് അണുബാധ ഒരു സ്ത്രീയിലേക്ക് പ്രവേശിക്കുന്നത്. കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു 100% സ്ത്രീകളിൽ ഇത് കയറുകയാണെങ്കിൽ അതിൽ 80% സ്ത്രീകളും സ്വന്തം പ്രതിരോധ ശേഷിയാൽ തന്നെ ഈ വൈറസ് അണുബാധയെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 20% പേരിൽ എന്ത് സംഭവിക്കും? ഈ അണുബാധ ഈ ഗർഭാശയ ഗളഭാഗത്തുണ്ടാകുന്ന കോശങ്ങൾക്കുള്ളിൽ കയറി അതിനുള്ളിൽ കുറച്ച് വ്യതിയാനങ്ങൾ വരുത്തി അങ്ങനെ അത് ക്രമേണ ഒരു 10-15 വർഷം കൊണ്ട് അതിനെ ക്യാൻസറുകളായി രൂപാന്തരപ്പെടുത്തി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 10-15 വർഷത്തെ സമയം ഓരോ സ്ത്രീക്കും കയ്യിലുണ്ട്. അതുവഴി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ആയി രൂപാന്തരപ്പെടുമോ എന്ന് നമുക്ക് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നേരത്തെ അത് ചികിത്സിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ ഈ വൈറൽ ഇൻഫെക്ഷൻ കാരണം ഈ ക്യാൻസർ മാത്രമേ വരുമോ? ഇല്ല. ഇതല്ലാതെ വായിൽ ഉണ്ടാകുന്ന ക്യാൻസർ അഥവാ ഓറൽ ക്യാൻസർ, തൊണ്ടയിൽ ഉണ്ടാകുന്ന ക്യാൻസർ അഥവാ ഓറോഫെരിഞ്ചിയൽ ക്യാൻസർ, മലാശയ ക്യാൻസർ അഥവാ ഏനൽ ക്യാൻസർ, പിനൈൽ ക്യാൻസർ അതായത് സ്ത്രീകളുടെ ലിംഗ ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ, പിനൈൽ ക്യാൻസർ, അതുപോലെ തന്നെ വാട്ടുകൾ അഥവാ ഉൾഭാഗത്ത് നമ്മുടെ ഗുഹ്യഭാഗത്ത് വൾവ അഥവാ താഴ്ഭാഗത്ത് മൂത്രം ഒഴിക്കുന്നതിന് ചുറ്റുമൊക്കെ ചെറിയ ചെറിയ അരിമ്പാറകൾ പോലെ വരാം, അല്ലെങ്കിൽ വലിയ വലിയ ഷീറ്റുകൾ പോലെയുള്ള അരിമ്പാറകൾ വരെ ഞാൻ എന്റെ OP-യിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും അങ്ങനെ വരുന്ന സ്ത്രീകൾക്കാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മനസ്സിലാകുക. ഇതെല്ലാം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്. ഏകദേശം 200ഓളം വെറൈറ്റികൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടെങ്കിലും അതിലൊരു 16 വെറൈറ്റികളാണ് സ്ത്രീകൾക്ക് ക്യാൻസറുകൾ ഉണ്ടാക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെന്നല്ല മനുഷ്യ ശരീരത്തിൽ ക്യാൻസറുകൾ ഉണ്ടാക്കുന്ന ടൈപ്പുകൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായി ക്യാൻസറുകളായി രൂപാന്തരപ്പെടാനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ അറിയണം. ഒന്ന്, നേരത്തെ തന്നെ വിവാഹം കഴിക്കുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ. അതായത് ഒരു 18-19 വയസ്സിൽ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. 3, സെക്ഷൽ ഹൈജീൻ, ആ സമയത്ത് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് അതൊന്നും ചെയ്യാത്തവർ. 3, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, അതായത് ഒന്നിൽ കൂടുതൽ പാർട്ട്ണർമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പറയുന്നത് സ്മോക്കിംഗ് അഥവാ പുകവലിയുള്ള സ്ത്രീകളാണെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന അസുഖങ്ങളുള്ളവർ, HIV ആവാം, സിഫിലിസ് പോലെയുള്ള പ്രശ്നങ്ങളാകാം, ക്ലമീഡിയ പോലെയുള്ള അസുഖങ്ങളാവാം, ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഉള്ളവർക്കും സർവൈക്കൽ ക്യാൻസർ ആയി രൂപാന്തരപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് രോഗപ്രതിരോധ ശേഷി കുറവായിട്ടുള്ള ആൾക്കാർ, അത് ഷുഗർ ആവാം, HIV കാരണമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളികകൾ കഴിക്കുന്നത് കാരണം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്നവരാകാം. ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ മാറി അത് സർവൈക്കൽ ക്യാൻസർ ആയി രൂപാന്തരപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോ സാധാരണയായിട്ട് നമുക്കൊരു 50 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഈ ഗർഭാശയ കള ക്യാൻസർ കാണുന്നത്. പക്ഷെ എന്നാലും ഒരു 30 to 35 അല്ലെങ്കിൽ 30 to 40 ഇയേഴ്സിനിടയ്ക്കും ഇത് പീക്ക് കാണുന്നുണ്ട്. അപ്പൊ അത്രയും യങ് ഏജിൽ വരെ സ്ത്രീകൾക്ക്, 32 വയസ്സിലുള്ള സ്ത്രീക്ക് വരെ ഒരു സ്റ്റേജ് 3 ക്യാൻസർ ലെവൽ ഞാൻ എന്റെ OP വരുന്ന സ്ത്രീകളിൽ കണ്ടിട്ടുണ്ട്. ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ വന്ന സ്ത്രീകളാണ്. അവർക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ജസ്റ്റ് സാധാരണ രീതിയിൽ ഒരു കംപ്ലൈന്റുമായിട്ട് വന്നു. ഞാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ശരിക്കും സ്റ്റേജ് 3 ആ സമയത്തേക്ക് ആ ക്യാൻസർ വളർന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത് പാപ്സ്മിയർ. എന്താണ് ഈ പാപ്സ്മിയർ അഥവാ പാപ് ടെസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന്റെ OP വെച്ച് വളരെ ലളിതമായി, വേദനയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് OP വെച്ച് ഉൾഭാഗം പരിശോധിക്കുന്നത് വഴി അവിടുന്ന് ഈ യൂട്രസിന്റെ ഗളഭാഗത്ത് നിന്ന് കുറച്ച് കോശങ്ങൾ എടുത്ത് അതിലെ ടെസ്റ്റിനായി അയച്ച് അതിനെ നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് അതിനുള്ളിൽ വൈറസ് അണുബാധയുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് കോശങ്ങൾക്കുള്ളിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ വ്യത്യാസമുള്ള ആൾക്കാരെ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് ഈ സർവൈക്കൽ ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ ഈ പാപ്സ്മിയർ ആണ് നമ്മുടെ കയ്യിലുള്ള ഗോൾഡൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പാപ്സ്മിയർ എന്ത് ചെയ്യണം, എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യണം? പാപ്സ്മിയർ ഞാൻ പറഞ്ഞു OP വെച്ച് ചെയ്യാവുന്ന വേദനയില്ലാത്ത ഒരു ടെസ്റ്റ് ആണ്. അത് ഓരോ 3 വർഷത്തിലൊരിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. 21 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. 21 വയസ്സ് മുതൽ ഓരോ സ്ത്രീയും 3 വർഷത്തിലൊരിക്കൽ 65 വയസ്സ് വരെ ഈ പാപ്സ്മിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇല്ല, നേരത്തെ യൂട്രസ് എടുത്ത് മാറ്റിയ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ എന്തെങ്കിലും ക്യാൻസർ, അതായത് സെർവിക്കൽ ക്യാൻസർ കാരണമോ അല്ലെങ്കിൽ സെർവിക്സിൽ ഉണ്ടായ വ്യതിയാനങ്ങൾ കാരണമോ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി നമുക്ക് യൂട്രസ് എടുത്ത് മാറ്റിയതോടുകൂടി സെർവിക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മതിയാക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും 65 വയസ്സ് വരെ 3 വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണം എന്നാണ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട്. അതായത് HPV DNA ടെസ്റ്റ്. എന്താണത്? നമുക്ക് ശരിക്കും അവിടെ നിന്ന് കോശങ്ങൾ എടുത്തിട്ട് അതിനെ പരിശോധിച്ച് അതിനുള്ളിൽ ക്യാൻസറുകൾ ഉണ്ടാക്കുന്ന DNA വൈറസുകൾ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള മാർഗങ്ങളാണ് HPV DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് 5 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? പലരും ചോദിക്കും, ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? ശരി, സാധാരണ വളരെ കുറച്ചു പേർക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ വരാറുള്ളൂ എന്നുള്ളതാണ്. ഉള്ളവർക്ക് തന്നെ ഒരു ഡിസ്ചാർജ്, അതായത് താഴെ വെള്ളപ്പോക്കായിട്ടാണ് പലരും വരിക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആവാം, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ ഡിസ്ചാർജ് ആവാം. 2 രീതിയിലും വരാം. പിന്നെ അതല്ലാതെ ബ്ലീഡിംഗ് ആയിട്ട് പലരും വരാറുണ്ട്. അത് മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകളിലുള്ള ബ്ലീഡിംഗ് ആയിട്ട് വരാറുണ്ട്. മെൻസസ് 2 മെൻസസുകൾക്ക് ഇടയിൽ ചെറിയ ചെറിയ ബ്ലീഡിംഗ് അല്ലെങ്കിൽ സ്പോട്ടിംഗ് ആയിട്ട് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ മെൻസസ് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിംഗ്. ഇങ്ങനെ 3 കംപ്ലൈന്റുകളായിട്ട്, ബ്ലീഡിങ്ങിന്റെ കംപ്ലൈന്റുകളായിട്ട് സ്ത്രീകൾ ഈ സർവൈക്കൽ ക്യാൻസർ ഉള്ളവർ വരാറുണ്ട് എന്നുള്ളതാണ്. ഇതല്ലാതെ വേറെ എന്തൊക്കെ സിംറ്റംസ് വരാം? ഉള്ളിൽ എന്തോ പോലെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഉള്ളിൽ എന്തോ ഒരു വേദന, അതുപോലെ തന്നെ ബാക്ക് പെയിൻ ആയിട്ട് വരാറുണ്ട് പലരും. പിന്നെ മൂത്രസഞ്ചിയിലോ അല്ലെങ്കിൽ മൂത്രം പോകുന്ന ട്യൂബിലോ ഇത് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, മൂത്രത്തിന് കളർ വ്യത്യാസം, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ട്യൂബിനെ ബ്ലോക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ മൂത്രം പോകാത്തൊരവസ്ഥ, അങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ടും ഈ സെർവിക്കൽ ക്യാൻസർ ഉള്ള സ്ത്രീകൾ വരാം. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ശരീരം മെലിച്ചില്, ആഹാരം വേണ്ടായിക, സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ, കാലില് നീര്, അങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ടും സ്ത്രീകൾ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കിന് ഏകദേശം സ്റ്റേജുകൾ എന്ന് പറയുന്ന സ്റ്റേജ് 3, സ്റ്റേജ് 4, ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. അത് അനുഭവിക്കുന്ന ആ സ്ത്രീ അനുഭവിക്കുന്ന വേദനയും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ആർക്കൊക്കെ ഇത് എടുക്കാം, ഈ പാപ്സ്മിയർ ആർക്കൊക്കെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
നമ്മുടെ കുട്ടികളെ നമുക്ക് ഈ ക്യാൻസർ വരുന്നത് തടയാൻ വേണ്ടി നമുക്ക് ഇതിനെതിരെ രോഗപ്രതിരോധ ശേഷി കുത്തിവയ്പ് ഉണ്ടെന്നുള്ളതാണ്. രോഗപ്രതിരോധ കുത്തിവയ്പ് നമ്മൾ സാധാരണ BCG എടുക്കുന്നുണ്ട്, പോളിയോക്കെതിരെ എടുക്കുന്നുണ്ട്, വില്ലൻ ചുമയ്ക്കെതിരെ എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ എന്ന് മാത്രമല്ല ശരിക്കും ആൺകുട്ടികൾക്കും കൊടുക്കേണ്ടതാണ്. പക്ഷെ കൂടുതലും സെർവൈക്കൽ ക്യാൻസർ കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയും പെൺകുട്ടികൾക്ക് നമ്മൾ ഈ വാക്സിൻ കൊടുക്കണം. പുറം രാജ്യങ്ങളിൽ ഈ വാക്സിൻ ശരിക്കും അവരുടെ വാക്സിൻ ഷെഡ്യൂളിൽ റൂട്ടീനായിട്ട് നമ്മുടെ പോളിയോ വൈറസ് എടുക്കുന്നത് പോലെ തന്നെ അതിന്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ വാക്സിന്റെ അവൈലബിലിറ്റി, വാക്സിന്റെ കോസ്റ്റ്, അതായത് വില കൂടുതൽ, ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിതിവിടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ വാക്സിൻ എടുക്കണം. അപ്പൊ എപ്പോ മുതൽ ഈ വാക്സിൻ എടുക്കാം? 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നമുക്ക് ഈ വാക്സിൻ കൊടുക്കാം. 9 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ഈ വാക്സിൻ 2 ഡോസ് മതിയാകും. അത് ഒരു ഡോസ് എടുത്ത് 6 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ്. എന്നാൽ 13 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 3 ഡോസ് വേണ്ടി വരും. ഒരു ഡോസ് എടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ്, അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ്. ഇപ്പൊ വാക്സിൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് വാക്സിൻ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. സെർവാരിക്സ് വാക്സിൻ, ഗാഡാസിൽ വാക്സിൻ, ഗാഡാസിൽ 9 വാക്സിൻ. ഇതിന്റെ ഡീറ്റെയിൽസ് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമില്ല. ആദ്യം പറഞ്ഞ 2 വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് 4 വൈറസിന് അഗേൻസ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ തരുന്നത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ വാക്സിൻ എന്ന് പറയുന്നത് നമുക്ക് 9 വൈറസുകൾക്ക് അഗേൻസ്റ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90% നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഈ ക്യാൻസർ വരുന്നതിൽ നിന്നും തടയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ പലരും ചോദിക്കും, ഞാൻ ഓൾറെഡി എന്റെ കുഞ്ഞിന് വാക്സിൻ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ 21 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാപ്സ്മിയർ ടെസ്റ്റ് എന്റെ മകളുടെ അടുത്ത് എടുക്കാൻ പറയണം? ശരിക്കും എടുക്കണം. അതിന് യാതൊരു കുറവും വരുത്തരുത്. വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു 90% നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. പക്ഷേ എന്നാലും സർവൈക്കൽ ക്യാൻസർ വരുന്നത് നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പാപ്സ്മിയർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തവരാണെങ്കിലും നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ 26 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലുള്ള കാര്യം, അവർക്കും വാക്സിൻ എടുക്കാമോ എന്ന് പലരും ചോദിച്ചു വരാറുണ്ട് OP-യിൽ. ശരിക്കും എടുക്കാം. 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നമുക്ക് വാക്സിൻ എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് പഠനത്തിന് വിധേയമാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടും, നിങ്ങൾ പിന്നെ ഇത് ചെയ്യേണ്ട, പാപ്സ്മിയർ ചെയ്യേണ്ട എന്നുള്ള കാര്യം നമുക്ക് അവരുടെ അടുത്ത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ട് ഈ ക്യാൻസറിനെ പറ്റി കൂടുതൽ സംസാരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ക്യാൻസർ തടയാൻ പറ്റും. ഇപ്പോ ഈ ക്യാൻസർ കാരണം ഉണ്ടാകുന്ന മരണം അതിഭീകരമാണ്, അതും സ്ത്രീകളിൽ. അപ്പൊ നമ്മുടെ സ്ത്രീകളെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ക്യാൻസർ വരുന്നതിൽ നിന്ന് നമുക്ക് തടയണമെങ്കിൽ 1 പാപ്സ്മിയർ ചെയ്യുക കൃത്യമായി, 2 വാക്സിൻ കൃത്യമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, അതുവഴി നമ്മുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.